ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ രുചികരമായ ക്യാബേജ് ക്യാരറ്റ് തോരൻ തയ്യാറാക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമായി ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഒരു സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. സവോള ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു ക്യാബേജിൻ്റെ അരമുറി ചെറുതായി അരിഞ്ഞതും 2 മീഡിയം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, ഇത്രയും നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കാം. ഇതിനെയും മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് വെന്തോ എന്ന് നോക്കാം. ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് കൂടി ചേർക്കാം. അരപ്പ് കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി മൂടി വയ്ക്കാം. തേങ്ങയുടെ അരപ്പ് ഒന്ന് വെന്ത് വരണം. അതിനുവേണ്ടിയാണ് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നത്. മൂടി തുറക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തെ വെള്ളമായി എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് വറ്റിച്ചെടുക്കണം. അതിനൊന്ന് 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിലുള്ള ക്യാബേജ് ക്യാരറ്റ് തോരൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം അടുത്ത റെസിപ്പിയുമായി. അതുവരെ ബായ്.